നമ്മുടെ ഇന്നത്തെ യാത്ര ഉറുമ്പിക്കരയിലെ 4 വെള്ളച്ചാട്ടങ്ങളിലേക്കാണ്. വടക്കേമല, വെമ്പിളി, വെള്ളപ്പാറ തുടങ്ങി 4 വെള്ളച്ചാട്ടങ്ങൾ. നമ്മളെ അതിശയിപ്പിക്കുന്ന മനോഹരമായ ഈ 4 പ്രദേശങ്ങളും കേരളത്തിലെ ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. മുണ്ടക്കയം വാഗമൺ റൂട്ടിൽ അടുത്തടുത്തായുള്ള 4 പ്രദേശങ്ങളാണ്. ഒരു മായാലോകത്തേക്ക് യാത്ര ചെയ്യുന്നത് പോലെയാണ് അങ്ങോട്ടേക്കുള്ള യാത്ര പോലും. സിനിമയിലൊക്കെ നമ്മൾ അതിശയത്തോടെ കണ്ടിട്ടുള്ള പല വെള്ളച്ചാട്ടങ്ങളില്ലേ, അതുപോലുള്ള 4 വെള്ളച്ചാട്ടങ്ങൾ കാണാം. ഉറുമ്പിക്കരയുടെ വടക്കേമലയുടെ കാഴ്ചകൾ. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. അതിരാവിലെ തുടങ്ങിയ യാത്രയാണ്. ഓൾമോസ്റ്റ് പെരുവന്താനം വ്യൂ പോയിന്റിന്റെ ഭാഗത്തേക്ക് എത്തി. പെരുവന്താനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് കുട്ടിക്കാനത്തേക്കുള്ള ആ യാത്ര ചെയ്യുന്ന റോഡിൽ കൊടികുത്തി എന്നറിയപ്പെടുന്ന വ്യൂ പോയിന്റിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ പെരുവന്താനത്തിന്റെ കാഴ്ചകൾ ഇതിന് മുമ്പൊക്കെ കണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പെരുവന്താനത്തേക്ക് വന്ന് കുട്ടിക്കാനത്തേക്കുള്ള ഒരു റോഡ് കുറച്ച് ഒരു 500 മീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് ഒരു റോഡ് കട്ട് ചെയ്യുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ബോർഡൊക്കെ കാണാം, ആർച്ച് പോലെ വെച്ചിട്ടുണ്ട്. ആർച്ചിന്റെ റോഡ് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഒരു 2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ കൈതത്തോട്ടങ്ങൾ നിറങ്ങിയ ഒരു പ്രദേശത്തേക്കാണ് വരുന്നത്. മനോഹരമായ ഒരു പ്രദേശമാണ്, നല്ല അടിപൊളി സ്ഥലം. ചുറ്റും കൈതത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും റോഡിന്റെ ഇരുവശത്തെ കാഴ്ചകളാകുന്ന പ്രദേശമാണ്. ഒരു ഭാഗത്ത് ഒരു അരുവി ഒഴുകുന്നുണ്ട്. അരുവിയിൽ വെള്ളം ഒഴുകുന്ന ശബ്ദവും ഇവിടുത്തെ കാഴ്ചകളും നല്ല കോംബോയാണ്. ഒപ്പം അങ്ങിങ്ങായി ചെറിയ വീടുകളും തോട്ടത്തിന്റെ ലയങ്ങളാണ്. നല്ല റോഡാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ കുറച്ചു ദൂരേ ഉള്ളൂ. അല്പദൂരം കഴിഞ്ഞാൽ പിന്നെ റോഡ് അല്പം മോശമാണ്. മുന്നോട്ടിങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ സ്ഥലം തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ. പലതരത്തിലുള്ള കൃഷിയിടങ്ങളൊക്കെ റോഡിന്റെ ഇരുഭാഗത്തും കണ്ടുള്ള യാത്ര. ഒപ്പം അതിര് പങ്കിട്ട് വനപ്രദേശങ്ങളും കാണാം. റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴാണ് നല്ലൊരു സ്പോട്ട് കണ്ടത്. ഒരു തൂക്കുപാലത്തിൻ്റെ പരിസരത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്പോട്ട്. അപ്പോൾ കൈയോടെ നിർത്തി ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. നല്ല പഴക്കം ചെന്നൊരു തൂക്കുപാലമാണെന്നൊക്കെ തോന്നിക്കും. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് രസമാണ്. ഓരോ ആൾക്കാർ നടന്നു പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുലുങ്ങുകയും നമ്മൾ അതിനൊപ്പം പൊങ്ങിയും താന്നും പോകുന്നതൊക്കെ നമുക്ക് പേടി തോന്നും. പക്ഷേ രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ താഴെ ആറൊഴുകുന്നത് നല്ല ഫ്ലോയിലുമാണ്. അപ്പോൾ ഈ ആറിൻ്റെ കാഴ്ചയും ഒപ്പം ഈ തൂക്കുപാലത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് ആടുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പേടിയാവും. എന്തായാലും നല്ലൊരു ലൊക്കേഷൻ. ഞങ്ങൾ ഈ റോഡിങ്ങനെ വന്നപ്പം ഏതെങ്കിലും നല്ല നല്ല സ്പോട്ടുകളുണ്ടോ എന്ന് നോക്കി വന്നതാണ്. അപ്പോഴാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്. പിന്നെ തൂക്കുപാലം കൂടെ കണ്ടപ്പോൾ വിട്ടില്ല, കൈയോടങ്ങ് ഇറങ്ങി. ഒന്നാമതെ ഞങ്ങൾ ജീവനും കൈ പിടിച്ച ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നു. അപ്പോൾ ഒരു കക്ഷി ഇതിൻ്റെ മുകളിൽ കൂടെ ഭയങ്കര സ്പീഡിൽ ഞങ്ങൾ ഈ ആട്ടമായിരുന്നു. എന്തായാലും ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന എക്സ്പീരിയൻസ് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നവർ മറക്കാതെ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു ലൊക്കേഷനാണ്. ഈ തൂക്കുപാലത്തിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക. നല്ല ലൊക്കേഷൻ, ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല പച്ചപ്പാണ്. അപ്പം കാണാൻ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും. വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്ത് കൊളയട്ട കാണാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഉപ്പ് മേടിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ആരെങ്കിലും ഏതെങ്കിലും വീടിന്റെ മുറ്റത്തുണ്ടോയെന്ന് നോക്കിയായി ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഒടുവിൽ ഒരു വീട് കണ്ടു. ഇച്ചിരി ഉപ്പ് തരാമോ? കാലയിലെ പുഴു കയറിയ തോട്ടപ്പുഴു കണ്ടാന്ന് ഇടാൻ വേണ്ടിയാ. ഗ്രാമപ്രദേശത്തിന്റെ എല്ലാ നന്മകളും ഉള്ള സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കുന്നവർ. ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. ഇവിടുത്തെ ചേട്ടൻ മാധ്യമ പ്രവർത്തകനാണ്. 2 ദിവസം മുമ്പ് ഈ വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ച് ചേട്ടൻ ഒരു ആർട്ടിക്കിൾ പത്രത്തിൽ എഴുതിയത് ഞങ്ങളെ കാണിച്ചു തന്നു. ഒപ്പം ഓരോ വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നു. ഒക്കെയാർ പഞ്ചായത്തിൽ വെമ്പിടി എന്ന് പറയുന്ന പ്രദേശമാണ്. മുണ്ടക്കയത്തു നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്ക്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കടന്നാൽ 100 ഏക്കർ എന്ന് പറയുന്ന ആദ്യത്തെ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. അത് അവിടെ തന്നെ അതിൻ്റെ കൈത്തോടുകളടക്കമുള്ള 3 വെള്ളച്ചാട്ടങ്ങളായിട്ട് തിരിയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 500 മീറ്റർ മാത്രം ദൂരം സഞ്ചരിച്ചാൽ വെള്ളപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നാണ് വെള്ളപ്പാറ വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 500 മീറ്റർ കൂടി യാത്ര ചെയ്താൽ പാപ്പാനി വെള്ളച്ചാട്ടം കാണാം. പാപ്പാനി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ വലിയ സുന്ദരമായ വെള്ളച്ചാട്ടമാണ്. അത് രണ്ടും, വെള്ളപ്പാറ വെള്ളച്ചാട്ടവും പാപ്പാനി വെള്ളച്ചാട്ടവും അതീവ സുന്ദരമായി എന്ന് പറഞ്ഞാൽ 100 ഏക്കർ വെള്ളച്ചാട്ടം സുന്ദരമല്ലെന്നല്ല, പക്ഷേ അതീവ സുന്ദരമായ 3 വെള്ളച്ചാട്ടങ്ങൾ. അവിടുന്ന് വെറും 3 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്.
തേയിലത്തോട്ടങ്ങളും ഓറഞ്ച് തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും അടങ്ങുന്ന വലിയ ഒരു ഹൈറേഞ്ചിന് തുല്യമായ പകൽ സമയം മഞ്ഞ് പെയ്യുന്ന ഒരു സുന്ദരമായ പ്രദേശമാണ് ഉറുമ്പിക്കര. ഉറുമ്പിക്കരയും വെള്ളപ്പാറയും പാപ്പാനിയും 100 ഏക്കറും ചേരുന്ന ഒരു വലിയ സുന്ദരമായ ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ. ചേട്ടാ പേര്? എൻ്റെ പേര് നൗഷാദ് വെമ്പിളി. ഈ വീടിന്റെ മുന്നിൽ നിന്നാൽ തന്നെ ദൂരത്തായി വെമ്പിളി എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കാണാൻ പറ്റും. എല്ലാവരോടും യാത്ര പറഞ്ഞ് ആദ്യത്തെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അതിവേഗത്തിൽ തിരിച്ചു. ചേട്ടന്റെ വാക്കുകൾ ഞങ്ങളിൽ ആകാംക്ഷ കൂട്ടിയെന്ന് പറയാം. എല്ലാ സ്പോട്ടുകളും കാണാനുള്ള ഒരാവേശമായി. ആദ്യത്തെ ലൊക്കേഷനിലെത്തി. വെമ്പിളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വെമ്പിളി എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം ഈ ഭാഗത്തുണ്ട്. നല്ല ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ 3 വെള്ളച്ചാട്ടങ്ങൾ ഉറുമ്പിക്കര ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല ഒരു വളവിന്റെ ഭാഗത്താണ് വെള്ളച്ചാട്ടമുള്ളത്. മുന്നിലായി ഒരു വേലി സ്ഥാപിച്ചിട്ടുണ്ട്. വേലി അവസാനിക്കുന്ന ഭാഗത്തൂടെ നടന്നാൽ അങ്ങോട്ടേക്ക് എത്താം. നടന്നു പോകാൻ ഭാഗത്തിൽ ഒരു വഴിയുണ്ട്. ദൂരെ നിന്ന് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. അത്ര മനോഹരമാണ് ഈ പ്രദേശവും വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും. ഈ ക്യാമറ കണ്ണുകളിലൂടെ പതിയുന്നതിലെ ഉയരം നേരിട്ട് കാണുമ്പോൾ ഉണ്ട് കേട്ടോ. വല്ലാത്തൊരു സൗന്ദര്യമാണ് ഈ വെള്ളച്ചാട്ടത്തിന്. പേടി തോന്നിപ്പിക്കുന്ന എന്നാൽ നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു സൗന്ദര്യം. കണ്ണ് ചിമ്മാതെ അതിശയത്തോടെ മാത്രം കാണാൻ പറ്റുന്ന ഒന്ന്. നല്ല ഫോഴ്സിലാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. മുന്നിലായി വലിയ പാറക്കൂട്ടമാണ്. വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തിന്റെ സൈഡിലൂടെ നടന്നാൽ നമുക്ക് അടുത്തേക്ക് എത്താൻ പറ്റും. കുറച്ചൊന്ന് അടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് നനയും. അത്ര ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത്. ക്യാമറ നനയാതെ വിഷ്വൽസ് എടുക്കാൻ നന്നേ പാടുപെട്ടു. വെള്ളം വീഴുന്നതിൻ്റെ ശക്തിയിൽ മുന്നിൽ നിന്ന് അത്രയ്ക്ക് കാറ്റാണ്. തണുത്ത നമ്മളെ ഈറനണിയിക്കുന്ന നല്ല സുഖമുള്ള കാറ്റ്. ഏകദേശം 10-350 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. ഈ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ 2 സൈഡിലായി 2 ചെറിയ വെള്ളച്ചാട്ടം കൂടിയുണ്ട്. എന്താ പറയാ അല്ലേ, വല്ലാത്തൊരു വൈബുള്ള പ്രദേശം. എത്ര കണ്ടാലും മതിയാവില്ല. ഇനിയും കാഴ്ചകൾ താണ്ടുവാനുള്ളത് കൊണ്ട് തിരിഞ്ഞു നോക്കി ഞങ്ങൾ തിരികെ നടന്നു. കണ്ടു തീരാൻ ഇനിയും കൊതിയുള്ള എന്തോ ഒന്നിനെ പിരിയുന്ന മനസ്സോടെ. എങ്ങനെയുണ്ട് സ്പോട്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്പോട്ടല്ലേ? ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. നല്ല ഫോഴ്സും ഉണ്ട്. 2 ദിവസമായിട്ട് മഴയൊക്കെ നിൽക്കുന്നത് കൊണ്ട് നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഏത് ഭാഗത്ത് നിന്നാലും നമ്മൾ കംപ്ലീറ്റ് നനയും. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇനി നമ്മൾ 2ാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെയൊക്കെ കാഴ്ചകൾ ഇനി കാണാനായിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ. മൊത്തം കംപ്ലീറ്റ് നനഞ്ഞു. വന്ന വഴി തന്നെ 2 വളവ് കയറി ചെന്ന് വേണം അടുത്ത സ്പോട്ടിലേക്ക് എത്താൻ. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. വളവ് തിരിഞ്ഞ് മുന്നോട്ടെത്തിയാൽ റോഡ് 2ആയി തിരിയുന്ന ഒരു ഭാഗത്തെത്തും. അവിടെ നിന്ന് ലെഫ്റ്റാണ് താഴേക്കുള്ള വഴി. മുന്നോട്ട് ഒരു 250 മീറ്റർ പോയാൽ തന്നെ വെള്ളച്ചാട്ടമായി. വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിലായി ഒരു പാലമുണ്ട്. പാലം കടന്ന് ഞങ്ങൾ ബൈക്ക് ഒതുക്കി. നമ്മൾ 2ാമത്തെ സ്പോട്ടിലെത്തി. വടക്കേമല വാട്ടർഫോൾസ് എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. മുമ്പ് കണ്ടതിനേക്കാൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. പാപ്പാനി വെള്ളച്ചാട്ടം എന്നുകൂടി ഇതിനൊരു പേരുണ്ട്. ഒന്ന് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ്. അതുമാത്രമല്ല എപ്പോഴും ആൾത്തിരക്കുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണ്. അതുകൊണ്ട് സേഫായൊരു ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. നല്ലൊരു സ്പോട്ടാണ്. ഒരുപാട് ആൾക്കാർ എത്തുന്നത് കൊണ്ട് തന്നെ സേഫായൊരു ലൊക്കേഷനാണ്. ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല. അതുമാത്രമല്ല നമ്മൾ മുമ്പ് കണ്ട വെള്ളച്ചാട്ടവും ഈ വെള്ളച്ചാട്ടവും ഒക്കെ സേഫായൊരു ലൊക്കേഷനാണ്. കാരണം തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ വരുന്ന വഴി തന്നെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. റോഡ് ബുദ്ധിമുട്ടുള്ള ഒരു റോഡൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന എന്നാൽ ചെറിയ കട്ടറൊക്കെ ഉള്ള റോഡുകളാണ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒത്തിരി കാറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അടി തട്ടാതെ നമുക്ക് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. ബൈക്കിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. കാറിൽ സേഫ് തന്നെയാണ്, എളുപ്പത്തിൽ എത്തിച്ചേരാം. അഥവാ ഇങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് റോഡിൻ്റെ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമാണ്. തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, ഒരു ശിവക്ഷേത്രമുണ്ട്. വെള്ളച്ചാട്ടത്തിനോട് ചേർന്നൊരു ഭാഗത്താണ്. അതുപോലെ തൊട്ടിപ്പുറത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടവും താഴേക്ക് വന്ന് പതിക്കുന്നുണ്ട്.
നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റും. നേരത്തെ അവിടെ ഒരു പാലമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ പാലത്തിൻ്റെ നടുക്ക് കയറി ഇന്ന് മേളത്തെ തട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. പ്രളയത്തിൻ്റെ ടൈമിലോ അല്ലാതെയോ ഇപ്പോൾ ആ പാലം ഒന്നീ പൊളിച്ച് കളഞ്ഞതാവണം, അല്ലെങ്കിൽ ആ പ്രളയത്തിൻ്റെയൊക്കെ ടൈമിൽ വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കിൽ പോയതാവണം. എന്തോ ഇപ്പോൾ ആ പാലമില്ല. നേരത്തെ ആ പാലത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രസമായിരുന്നു ഈ കാഴ്ചകളൊക്കെ കാണാൻ. അത് മാത്രമല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. ഇപ്പോൾ ആ പാലം നിർത്തിയിരുന്ന 2 ബേസ്മെൻറ്റ് മാത്രം അവിടെ ഉണ്ട്. കയറിപ്പോകുന്നതിന് ബുദ്ധിമുട്ടില്ല, ചെറിയ പടികളുണ്ട്. പടി കൂടെ കയറി ഇതൊക്കെ കയറി പോയാൽ മതി. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പാറയാണ്. ആ പാറയിൽ കുറച്ച് സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. മുകളിൽ നിന്ന് കാണുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഉയരം ശരിക്കും ഫീൽ ചെയ്യുന്നത്. പാലം ഇല്ലാതായി പോയത് ശരിക്കും മിസ് ചെയ്യുന്നു. തിരികെ താഴേക്കിറങ്ങി ഒന്നുകൂടെ ദൂരക്കാഴ്ചയായി വെള്ളച്ചാട്ടം ആസ്വദിച്ചു. ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകണ്ടേ? ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. തിരികെ വന്ന വഴി തന്നെ താഴേക്ക് പോകണം. വന്ന വഴി മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു വേണം അടുത്ത സ്പോട്ടിലേക്ക് എത്താൻ. മനോഹരമായ പ്രദേശങ്ങളാണ് ഈ ഭാഗമൊക്കെ. കാഴ്ചകൾക്കിടയിൽ വടക്കേമലയിലേക്ക് പോകും വഴി മറക്കാതെ മിസ് ചെയ്യരുതെന്ന് ആഗ്രഹിച്ച ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പേ പോയ സമയത്ത് തന്നെ ഇവിടെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചായിരുന്നു. അവിടെ നിന്നപ്പോൾ കുറച്ച് പേര് പറയുന്നത് കേട്ടു, ഈ നമ്മൾ നിന്ന ഭാഗത്തിൻ്റെ തൊട്ട് താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്, കാണാൻ നല്ല രസമാണ്, ജസ്റ്റ് ഒരു വളവിനോട് ചേർന്നാണ്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ എന്ന് പറയും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. ദൂരെ നിന്ന് കണ്ട് ആസ്വദിച്ചു. പിന്നെ തിരികെ ഇറങ്ങി അടുത്ത ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിച്ചു. വെള്ളപ്പാറ വെള്ളച്ചാട്ടം. വന്ന വഴി തന്നെ തിരികെ വരുമ്പോൾ ഈ വളവിൻ്റെ ഭാഗത്ത് ഈ മൺ റോഡിലൂടെ വേണം അങ്ങോട്ടേക്ക് പോകാൻ. കുറച്ച് ഓഫ് റോഡിന് സമമാണ്. മുന്നോട്ട് ചെല്ലുമ്പോൾ റോഡ് 2ആയി പിരിയുന്ന ഒരിടത്ത് നിന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് അറിയാവുന്നവർ പറഞ്ഞു തന്നിരുന്നു. ബൈക്ക് അവിടെ നിന്ന് ഒരു കാരണവശാലും ഇറക്കാത്തതാണ് നല്ലതെന്നും. റോഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഭാഗത്തെത്തി. താഴോട്ടുള്ള റോഡാണ് ഞങ്ങൾ നടക്കുന്നത്. പക്ഷെ മേളിലോട്ടുള്ള വഴിയിലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണാം. എന്തായാലും ഒന്ന് നടന്ന് നോക്കാം. താഴോട്ടാണ് പോകേണ്ടതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും ഫ്ലോയിൽ താഴേക്ക് പതിക്കുന്നതാണെങ്കിൽ ഇതുവഴിയായിരിക്കും. അങ്ങനാണെങ്കിൽ നല്ല പൊക്കത്തിൽ നിന്നായിരിക്കും ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ അടിപൊളി വിഷ്വൽസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. ഞങ്ങളെ അവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു പേടിപ്പിച്ചു, എന്തായാലും ആ സ്പ്ലിറ്റ് ചെയ്യുന്നിടത്തുനിന്ന് ബൈക്ക് വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്, റോഡ് വളരെ മോശമാണ്. ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു, ബൈക്കും കൊണ്ട് വരാവുന്നൊരു റോഡായിരുന്നു. എന്നാലും എന്തിനാ റിസ്ക് അല്ലേ? ഒത്തിരി ആൾക്കാർ പറഞ്ഞു അത്രയും ഒരു ഭാഗം പോയിട്ട് ആ സ്പ്ലിറ്റ് ആവുന്ന ഭാഗത്ത് ബൈക്ക് വെച്ചിട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബൈക്ക് അവിടെ തന്നെ വെച്ചു. നമ്മൾ ആ സ്പ്ലിറ്റ് ആവുന്ന വഴിയുടെ ഭാഗത്തു നിന്നൊരു 500 മീറ്ററോളം നടന്ന് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ. ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയ അരുവിയുണ്ട് കേട്ടോ, അത് രസമുള്ളൊരു കാര്യമാണ്. കണ്ടോ? അവർ പറഞ്ഞത് ശരിയാണ് കേട്ടോ, റോഡ് വളരെ മോശമാണ് മുന്നോട്ട്. നമ്മളിങ്ങോട്ട് വരുന്ന വഴി മുഴുവൻ ഒരു ചെറിയ തോട് പോലാണ്, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങോട്ട് നടന്നു വരുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ അറിയത്തില്ല. അങ്ങനെ 4ാമത്തെ സ്പോട്ടായി. ദൂരെ നിന്ന് തന്നെ നല്ല ഭംഗിയാണ് ഈ പ്രദേശമൊക്കെ കാണാൻ. പല തട്ടുകളിലായി പതഞ്ഞ് താഴേക്ക് പതിക്കുന്നു മനോഹരമായ വെള്ളച്ചാട്ടം. ഇവിടെയും നല്ല ഫോഴ്സിലാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. വെള്ളം ഒഴുകുന്ന ഭാഗത്ത് നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് ശക്തിയിലാണ് വെള്ളം താഴേക്ക് ഒഴുകുന്നത്. മനോഹരമായ ഒരു ശില്പം പോലെയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി. ആദ്യം കണ്ട വെമ്പിളിയും പിന്നീട് കണ്ട വടക്കേ മലയും ഇപ്പോൾ ദാ ഈ കാണുന്ന വെള്ളപ്പാറ വെള്ളച്ചാട്ടവും ഒക്കെ ഏതൊരാളെയും അതിശയിപ്പിക്കുന്ന ലൊക്കേഷൻസ് ആണ്. ഇങ്ങനെ ക്യാമറ കണ്ണുകളിലൂടെ അല്ലാതെ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ലൊക്കേഷൻസ് ആണ്. അത്രയ്ക്ക് ഭംഗിയുള്ള പ്രദേശങ്ങൾ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ. അങ്ങനെ ഉറുമ്പിക്കരയിലെ വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ദയവായി മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. വീണ്ടും മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.